ടെൽസ കിങ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഫസ്റ്റ് സീസൺ ഇറങ്ങിയപ്പോൾ ഞാനൊരു റിവ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഇതിൻ്റെ സെക്കൻഡ് സീസണാണ് വന്നിട്ടുള്ളത്. സെക്കൻഡ് സീസണിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് മാത്രമാണ് ഇപ്പം സ്ട്രീം ചെയ്തിട്ടുള്ളത്. ഇനി വീക്കിലി 1 എപ്പിസോഡ് വെച്ചിട്ടായിരിക്കും ആമസോൺ പ്രൈമിൽ വരാനായിട്ട് പോകുന്നത്. 10 എപ്പിസോഡുകളായിരിക്കും ഈ ഒരു സെക്കൻഡ് സീസണിൽ ഉണ്ടാകുക. ഫസ്റ്റ് സീസണിൽ 9 എപ്പിസോഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഈ ഒരു സീരീസ് ഒരു ഗ്യാങ്സ്റ്റർ ഡ്രാമ ബേസ്ഡ് സ്റ്റോറിയാണ് ചർച്ച ചെയ്ത് പോകുന്നത്. സിൽവസ്റ്റർ സ്റ്റാലിനാണ് ഈ ഒരു സീരീസിലെ ലീഡിങ് റോൾ ചെയ്തിട്ടുള്ളത്. ഡ്വൈറ്റ് മാൻഫ്രെഡി അല്ലെങ്കിൽ ദ ജനറൽ എന്ന് പറയുന്ന ക്യാരക്ടർ, പുള്ളി ഒരു മോബിലെ ഒരു ഗ്യാങ്സ്റ്റർ ആയിരുന്നു. 25 വർഷത്തെ ഒരു പ്രിസൺ ജീവിതത്തിന് ശേഷം റിലീസാകുന്നു. അവിടെയാണ് ഈ ഒരു സീരീസ് തുടങ്ങുന്നത്. അപ്പം ഈ ഗ്യാങ്സ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു മോബിലെ ബോസിന് വേണ്ടിയിട്ടാണ് പുള്ളി ജയിലിൽ പോകുന്നത്. അപ്പം ആസ് യൂഷ്വൽ നമ്മൾ കാണാറുള്ള പോലെ തിങ്സ് ആർ ചേഞ്ച്ഡ്. അപ്പം ആ ഒരു മോബിന് പുള്ളി ഒരു ലയബിലിറ്റി ആകുമെന്ന് വിചാരിച്ചിട്ട് പുള്ളിയെ ടെൽസയിലോട്ട് തട്ടുന്നു. ടെൽസ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് തട്ടുന്നു. നീ അവിടെ പോയി എന്തോ വെച്ചാൽ കാണിച്ചു എന്ന് പറഞ്ഞ് പുള്ളിയെ തട്ടുന്നു. പുള്ളി അവിടെ ചെല്ലുന്നു. അപ്പം ഈ ജനറൽ എന്ന് പറയുന്ന ക്യാരക്ടർ എവിടെ ചെന്നാലും അവിടെ ഒരു മോബ് ഉണ്ടാക്കിയെടുക്കുക, ഗ്യാങ്സ്റ്റർ ഉണ്ടാക്കിയെടുക്കുക, ഗ്യാങ്സ്റ്റർ വൈബിൽ പോകുന്നൊരു കളിക്കാരനാണ്. അപ്പോൾ അവിടെ ചെല്ലുന്നു. ടെൽസയിൽ എന്നിട്ട് അവിടെ സ്വന്തമായിട്ടൊരു ഗ്യാങ്സ്റ്റർ ഗ്രൂപ്പിനെ ഉണ്ടാക്കിയെടുക്കുന്നു. അവിടെ കാസിനോ അല്ലെങ്കിൽ വീഡ് ബിസിനസ് അങ്ങനെ കുറേയധികം ബിസിനസ് ഉണ്ടാക്കിയെടുക്കുന്നു. അവിടെ വെച്ച് നടക്കുന്ന അപ്പം തൻ്റെ ഫാമിലിയായിട്ട് തൻ്റെ മകളുമായിട്ട് റീകണക്റ്റ് ആകണം, പിന്നെ ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ പോകുന്ന ഒരു ഫസ്റ്റ് സീസൺ. അപ്പോൾ ഇതിനിടയ്ക്ക് കുറച്ച് ട്വിസ്റ്റുകളും ടേണുകളൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഒരു സീരീസിൻ്റെ ഫസ്റ്റ് സീസണിൻ്റെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും വലിയൊരു ട്വിസ്റ്റൊക്കെ വരുന്നു. അങ്ങനെ ഈ ഒരു സെക്കൻഡ് സീസൺ തുടങ്ങുന്നത് ഈ ഒരു ബിസിനസ്സിനെ പുള്ളി വലുതാക്കാൻ, ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട്, ആ ഒരു ടെൽസ ഫുൾ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് വേറെ പല ബിസിനസ്സുകളിലേക്കും പുള്ളി ഇറങ്ങാനായിട്ട് തീരുമാനിക്കുന്നിടത്തൊക്കെയാണ് ഈ ഒരു സീരീസിൻ്റെ സെക്കൻഡ് സീസൺ തുടങ്ങുന്നത്. ഒരു അടിപൊളി പോകുന്ന 9 എപ്പിസോഡുകളാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സീസണിൽ. അതായത് ഒരു സീരിയസ് ഡ്രാമ എന്നൊന്നും ഞാൻ പറയില്ല, കോമഡി ഡ്രാമയിൽ പോകുന്നതാണ്. പക്ഷേ ഒരുപാട് ആക്ഷൻ സീക്വൻസുകളുള്ള ഒരുപാട് നമുക്ക് ആ ഒരു സിൽവസ്റ്റർ സ്റ്റാലിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കറിയാവുന്നതാണ്. നമ്മൾ ഇപ്പോൾ എക്സ്പാൻഡബിൾസിലെ കൺട്രോളാണ് അതിൽ നിന്നൊക്കെ അതേപോലെ ഒരു ക്യാരക്ടർ ആണെങ്കിലും അത്രയും ഒരു ടെറർ ക്യാരക്ടറല്ല. പക്ഷേ ടെറർ ആവേണ്ട സമയത്ത് പുള്ളി ടെറർ ആവുന്നു. ഒരു ആക്ഷൻ സീക്വൻസുകൾ ഉള്ള ഒരു സീരീസാണ്. പക്ഷേ എല്ലാ എപ്പിസോഡിലും ആക്ഷൻ സീക്വൻസുകളുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. സ്റ്റോറി ബേസിൽ പോകുന്നു. ആക്ഷൻ വേണ്ടിടത്ത് ആക്ഷൻ ഉണ്ട്, സ്റ്റോറി വേണ്ടിടത്ത് സ്റ്റോറി ഉണ്ട്, ഇമോഷൻ വേണ്ടിടത്ത് ഇമോഷൻ ഉണ്ട്. അങ്ങനെ പോകുന്ന ഒരു നല്ല ഒരു വർത്ത് വാച്ചിങ് ആയിട്ടുള്ള ഒരു സീരീസ് ആയിട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. ഇതിനൊരു സെക്കൻഡ് സീസൺ ഉടനെ വരും എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷേ 2 വർഷത്തെ ഗ്യാപ്പിലിടയ്ക്ക് ഒരു ടെൽസ കിങ്ങിൻ്റെ ആ ഒരു സെക്കൻഡ് സീസൺ വന്നിട്ടുണ്ട്. 10 എപ്പിസോഡുകൾ വരും. ഇനി അടുത്ത 10 ആഴ്ചകളിലായിട്ട് അല്ലെങ്കിൽ 9 ആഴ്ചകളായിട്ട് വരുന്നതായിരിക്കും. എന്നാലും നിങ്ങൾ ഫസ്റ്റ് സീസൺ കണ്ടു നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കോമഡി ഡ്രാമ ഗ്യാങ്സ്റ്റർ വൈബിലുള്ള സീരീസുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അങ്ങനെയുള്ള സീരീസുകൾ കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സീരീസ് ആയിരിക്കും. ഇതിനകത്ത് ഏറ്റവും വലിയ അട്രാക്ഷൻ സിൽവസ്റ്റർ സ്റ്റാലിൻ എന്ന് പറയുന്ന ആക്ടർ തന്നെയാണ്. പുള്ളിയെ നമ്മളുടെ ഒരു ചൈൽഡ്ഹുഡ് 90s കിഡ്സിനൊക്കെ അറിയാം. ആ ഒരു ചൈൽഡ്ഹുഡിൽ നമ്മൾ കണ്ട് വളർന്ന് വന്ന ഒരു വലിയ ആക്ടറായിരുന്നു. അപ്പോൾ ആ ഒരു ആക്ടർ പ്രായമായി, പക്ഷേ ഇപ്പോഴും ആറ്റിറ്റ്യൂഡിനൊന്നും ഒരു കുറവുമില്ല. അപ്പം അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സീരീസ് ആയിട്ടാണ് എനിക്ക് ടെൽസ കിങ് തോന്നിയത്. നിങ്ങൾ ജസ്റ്റ് പോയി കാണുക, കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. അതുവരെ ബൈ ഗൈസ്.